തലയിൽ തുണിയിട്ട്, കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി. അവർ തീവ്രവാദികളാണോ? കൊടും കുറ്റവാളികളാണോ? എവിടേക്കാണ് പോലീസ് പോകുന്നത്? കേരളത്തിൽ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കോ. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു. ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തുവെക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത്? എവിടെ മുഖ്യമന്ത്രി? കേസുകാരന്റെ കൊള്ളക്കാരാണ്. അവരെ മുഖംമൂടി ധരിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കോടതി കൊണ്ടുപോവുക. പോലീസിന് എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് എന്ത് പറ്റി? പോലീസിന് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണോ? ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ആ പോലീസിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. മാധ്യമങ്ങൾ ചോദിച്ചാൽ മിണ്ടത്തില്ല. പിണറായി ഭരണത്തിന്റെ കീഴിൽ പോലീസ് ഇന്ന് ഏറ്റവും വലിയ ജനവിരുദ്ധ പോലീസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുകയാണ്. KSU നേതാക്കളെ കയ്യിൽ വിലങ്ങണിയിച്ചും മുഖം മൂടി ധരിപ്പിച്ചും കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധം അങ്ങനെ എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ച് അക്രമാസക്തമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും വടക്കാഞ്ചേരി SHO ഷാജഹാൻ്റെയും കോലം പ്രതിഷേധക്കാർ കത്തിച്ചു. പിണറായി പോലീസിന് രാജാവിനേക്കാൾ രാജഭക്തിയാണ് എന്ന് ആരോപിക്കുന്നു പ്രതിപക്ഷം. സ്റ്റേഷനുകൾ ഇടിമുറിയായി എന്ന ആരോപണം നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പുതിയ വിവാദം പുറത്തുവരുന്നത്. ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടോ? അതാണ് ന്യൂസ് 18 കേരളം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്ന ചോദ്യം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ആദ്യം ചേരുന്നത് ശ്രീ മുഹമ്മദ് കുഞ്ഞാണ്. ശ്രീ മുഹമ്മദ് കുഞ്ഞ്, താങ്കൾ ഒരു പാർട്ടി പ്രവർത്തകനാണ്, രാഷ്ട്രീയ രംഗത്ത് ദീർഘകാലമായി ഉള്ളയാളാണ്. ഇങ്ങനെ ഉള്ള ഈ രീതി കേരളത്തിൽ നടത്തുന്നു പോലീസ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എങ്ങനെയാണ് ഈ CPM-കാരൊക്കെ ഇതിനെ കാണുന്നത്? മൊയ്തീൻ കുഞ്ഞാണ്. ഓക്കെ, ശ്രീ മൊയ്തീൻ കുഞ്ഞ് UDF-കാരനാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ് കേൾക്കാമോ? എന്താണ് നിങ്ങൾ UDF-കാർക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസാണെന്നാണ് UDF-ൻ്റെ ആക്ഷേപം. എന്താണ് ഈ UDF-കാരോട് ഇത്ര വിരോധം? മനു, ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ 80% ആളുകളും പണ്ടത്തെ ബ്രിട്ടീഷ് ഭരണം കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ മറ്റേ ജീവൻ രക്ഷ പോലെ ഇത് ചരിത്ര പഠനമാണ് അല്ലേ? ചരിത്ര പഠനം. അതെ. അപ്പൊ ആള് കണ്ടിട്ടില്ലാത്ത ഇത് കാണണം. കണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണം. അല്ല, പക്ഷെ ബ്രിട്ടീഷുകാർക്ക് ഒരു ഗുണമുണ്ടായിരുന്നു കേട്ടോ. അവര് രാഷ്ട്രീയ തടവുകാരെ കുറെ കൂടി മാന്യമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇപ്പൊ ഗാന്ധിജിയായാലും ഒക്കെ ആദ്യഘട്ടത്തിൽ മർദ്ദനമേൽക്കേണ്ടി വന്നെങ്കിലും പിന്നീട് ആ ബ്രിട്ടീഷ് കൊളോണിയൽ ഇതിൻ്റെ വളരെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ജനറൽ ഡയറിനെ പോലുള്ള ക്രൂരന്മാർക്കെതിരെ അവിടെ തന്നെ പ്രതിഷേധമുയർന്നു. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല അല്ലേ? അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംസാരിക്കുന്ന ബ്രിട്ടീഷ് പോലീസ് വന്ന് ജനങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് ഇടിച്ച് പരത്തി ഭിത്തിയിലൊട്ടിക്കുകയില്ലായിരുന്നോ? അതാണിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. മുൻകാലങ്ങളിൽ ഉള്ള ആൾക്കാർ അനുഭവിച്ചത് ഇതൊക്കെയാണെന്ന്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ്. ഏതായാലും ശ്രീ മൊയ്തീൻ കുഞ്ഞ് നമുക്ക് വിശദമായി സംസാരിക്കാം. ഇതേ മുരളി നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ഇതേ മുരളി, എന്താണ് ഈ നിങ്ങളുടെ നാഷണലിസ്റ്റ് ജനതാദള് എന്താ പറയുന്നത് ഈ പോലീസ്? നമസ്കാരം. നമസ്കാരം സാറേ, ഈ പോലീസ് സേനയിലുള്ള ഇതുപോലുള്ള ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ പിരിച്ചുകൊണ്ടെന്നാണ് നാഷണൽ ജനതാദളിന് പറയാനുള്ളത്. സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും പ്രവർത്തിച്ച് കോടതിയുടെ മുന്നിൽ എത്തുമ്പോഴേ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം അർത്ഥവത്താവും. അവര് ഇത്തരത്തില് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഓരോ പ്രവർത്തകർ
യെസ്, ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി. ഓക്കെ, ശ്രീ ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, ചേലക്കരയിലെ KSU-SFI സംഘർഷത്തിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ആ സംഘർഷത്തിൽ പ്രതികളായ 3 പേരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. KSU ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഒരാൾ, ഗണേഷ് ആറ്റൂർ. അതോടൊപ്പം ഉൾപ്പെടെ ഉള്ള ആളുകളാണ് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രതികാര നടപടിയാണെന്നാണ് KSUവിൻ്റെ ആക്ഷേപം. ഇത് എങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര നോക്കിക്കാണുന്നത്? സാർ എവിടെയായിരുന്നു? 2-3 ദിവസം കണ്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദിവസം അവധി എടുക്കേണ്ടി വന്നു. അത് എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാതായെന്ന് വെച്ചാൽ കാലിന് ഭയങ്കര വേദന. അപ്പോൾ അത് കുറേ കാലമായി. പക്ഷേ അമ്മ അത് ഇതുവരെ അതങ്ങനെ ഗൗരവത്തിലെടുത്തില്ല, നമ്മളൊക്കെ നിർബന്ധിച്ചെങ്കിലും. പക്ഷേ പിന്നെ അത് കാല് നിലത്ത് കുത്താൻ പറ്റാതായി. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് നട്ടെല്ലുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ദിവസം ആശുപത്രിയിലായിരുന്നു ശ്രീ ബാലകൃഷ്ണൻ വടകര. അങ്ങനെ ഓണമൊക്കെ ആശുപത്രിയിൽ ഒരു ഓണം എന്ന തരത്തിലായിപ്പോയി. എന്ത് ചെയ്യാനാ സാർ, നമ്മുടെ ജീവിതമല്ലേ. അമ്മ മാതാവിന്റെ കാൽച്ചോട്ടിലല്ലേ നമ്മുടെ ജീവിതം. അപ്പൊ അതുകൊണ്ട് സാറിന്റെ അമ്മക്ക് ഇപ്പൊ സുഖാണോ? ഇപ്പം അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി അത് ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ വേദന ഇല്ല, പക്ഷേ കാലിൽ നേരത്തെയുള്ള നീരും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകാൻ. പിന്നെ പ്രായാധിക്യം ഉണ്ടാവില്ല സാർ. പ്രായമുണ്ട്, 74 വയസ്സുണ്ട്. പ്രായായാലും നമ്മളെ അമ്മ എന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ നമ്മളെല്ലാവരും, മാതാവിനെ സ്നേഹിക്കുന്നവർ. അതെ. അപ്പോ എനിക്ക് വിഷയത്തിൽ പറയാണ്ടത്, കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചാ പറയുന്നതെങ്കിൽ ഇത് നാണക്കേടാണ് സാർ. ഇത് സംസാരിക്കാൻ നമ്മൾ നിൽക്കരുത്. കാരണം ആരെങ്കിലും ഒക്കെ പറയണ്ടേ ശ്രീ ബാലകൃഷ്ണൻ വടകര? പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ്. കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ കൈപ്പടിയിലുള്ള കാലത്തോളം ഇതിലും അപ്പുറവും നടക്കും സാർ. യൂത്ത് കോൺഗ്രസുകാരെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തലയടിച്ച് പോഷിച്ച ആൾക്കാരല്ലേ DYFIക്കാർ. അവരല്ലേ ഇപ്പൊ പോലീസ്. ശബരിമല രചനാ ഫാത്തിമേനെയും മറ്റേ ഹിന്ദു അമ്മണിനെയെല്ലാം കൂട്ടുവാൻ DYFIക്കാരല്ലേ പോലീസ്. ആ കേരളമല്ലേ ഇത്. ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല സാർ. പിണറായി ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഇതിലപ്പുറവും സംഭവിക്കും. മനസ്സിലായോ സാറിന്? ഞാൻ ഒന്നുകൂടി രൂക്ഷമായിട്ട് പറയാം സാർ, ഒരു സെക്കൻഡിൽ. പിണറായി വിജയൻ രാജിവെച്ചാലേ കേരളത്തിലെ ജനത്തിന് സ്വസ്ഥത ഉണ്ടാവും. സകല മേഖലയിലും കവർന്നെടുക്കുക. ഇപ്പൊ എന്താ, മദ്യം കഴിക്കുന്ന പാവപ്പെട്ടവര് 20 റുപ്യ കുപ്പിക്ക് കുപ്പി തിരിച്ചുകൊണ്ട് 20 റുപ്യ കൊടുക്കുമെന്ന് പറയുന്ന MP രാജേഷ് യുവമന്ത്രിയാ. മനസ്സിലായോ സാർ? മാനക്കേടന്നല്ല, എന്ത് പറയാനാ. ശരി, നമ്മുടെ ആ വിഷയം അല്ലാത്തതുകൊണ്ട് ഏതായാലും അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ പ്രേക്ഷകരുള്ളതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടുതൽ വിശദമായി സംസാരിക്കാം. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ഷിജു കിരിയത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. യൂട്യൂബിലാണ്. നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ദീർഘകാലം കാണാതിരുന്നു, അത് വലിയ ദുഃഖമായി. അത് മിസ്ഡ് യു സോ മച്ച് എന്നൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നുകയാണ്. എന്നെ ആളുകൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഹൗ വാസ് യുവർ ഓണം എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓണമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിജു ആശുപത്രിയിലായിപ്പോയി. അപ്പോൾ ആശുപത്രിയിൽ പക്ഷേ അമ്മയോടൊപ്പം ഓണം മറ്റു ഭാര്യയും മക്കളും ഒക്കെ ആശുപത്രി മുറിക്കകത്ത് ഓണം ആഘോഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പക്ഷേ എന്തായാലും ആ ഒരു കാലത്തായാലും അസുഖം ഭേദമായി എന്നുള്ളതുകൊണ്ട് ഒരു ആശ്വാസവും ഉണ്ട്. അപ്പോൾ ഐ ഹാവ് വൺ റിക്വസ്റ്റ്, പ്ലീസ് ഡോണ്ട് സ്പോയിൽ കോൺഗ്രസ്. ഇഫ് ദർ ഈസ് നോ ഒപ്പോസിഷൻ ദെൻ ദർ ഈസ് നോ ഡെമോക്രസി ആൻഡ് ട്രൈ കളർ ഫ്ലാഗ്, വി നീഡ് ദം എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആവശ്യം ഉണ്ട്. ബിനോയ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബിനോയ്, നമസ്കാരം. എന്താണ് നിങ്ങൾക്ക് ആദ്യം മർദ്ദനം കിട്ടുന്ന കഥകൾ പുറത്തു വന്നു. ഇപ്പോൾ നിങ്ങളെ മുഖം മൂടിയിട്ട് വിലങ്ങണിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പ്രതിഷേധമൊക്കെ ഉണ്ട്. ഇനി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇത് ഓർക്കും എന്ന് സതീശൻ പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങളിത് ഓർത്തില്ല എന്നും അദ്ദേഹം കുറ്റസമ്മതവും പോലെ നടത്തുന്നുണ്ട്. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ പിന്നെ ഈ പഴയതൊക്കെ മറക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ പോലീസിന് ഇത്ര ധൈര്യം കോൺഗ്രസ്സുകാരെ പിടിച്ചുകൊണ്ട് അടിക്കാനും ഇതുപോലെ മുഖം മൂടിയിട്ട് കൊണ്ട് നടത്താനും ഒക്കെ? അല്ല, അത് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ ചുരുക്കം അത് തന്നെയാണ്. ഞങ്ങൾ എവിടെയും ഇതുവരെ രാഷ്ട്രീയമായിട്ട് ഈ നാട്ടിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. അതായത് ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടി നാളിതുവരെ ഒരു സ്ഥലത്ത്, അത് പൊതുവേ തന്നെ കേരള സമൂഹം പറയാറുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഈ ഗവൺമെന്റ് ഇപ്പൊ ഞങ്ങളുടെ കൊച്ചുകുട്ടി, ഞങ്ങളുടെ അനുജന്മാർ, KSCക്കാരെ, യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സ്കെച്ച് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ഈ നമ്മൾ ഇന്നലെ എല്ലാം നിങ്ങളൊക്കെ പറയുന്നത് പോലെ തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ മുഖം മൂടിയൊക്കെ ഇട്ട് കോടതിയിൽ ജഡ്ജി പോലും പറഞ്ഞു അവരുടെ മുഖം മൂടി മാറ്റും. അതുപോലും പറഞ്ഞിട്ട് കേൾക്കാത്തൊരു ഉദ്യോഗസ്ഥനാണ് ഈ ഷാജഹാൻ.
അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഞങ്ങൾക്ക് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പിണറായി വിജയനേക്കായി വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം എന്ന് മനസ്സിലായി. ഈ നാട്ടില് മനു നമ്മൾ എല്ലാത്തിനും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊന്നും അല്ല സമരം ചെയ്യുന്നത്. ആവശ്യത്തിന് മാത്രമാണ് യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സമരം ചെയ്യുന്നത്. ഒരു അനാവശ്യ സമരം പോലും നടത്താറില്ല. പക്ഷേ കേരള പോലീസ് ഇന്ന്, അതായത് ബ്രിട്ടീഷുകാർ പോലും ഇതുപോലെ നമ്മളുടെ ഇന്ത്യക്കാരെ ആക്രമിച്ചിട്ടോ ഇതുപോലെ പെരുമാറിയിട്ടുമില്ല. പക്ഷേ ഇന്നത്തെ കേരള പോലീസ് ഭയങ്കര വൈരാഗ്യമേറെ, പ്രത്യേകിച്ച് ഞങ്ങളെ കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും കാണുമ്പോൾ അവർക്ക് ഒരു ഹാലിളക്കെന്ന് പറയും നമ്മുടെ നാട്ടിൽ. പക്ഷേ ഒരു കാര്യം പറയാം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 8 മാസം കഴിഞ്ഞ് ഈ ഉദ്യോഗസ്ഥർ ഷാജഹാനെ ഉൾപ്പെടെ ഓരോ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ ഈ സ്കെച്ച് ചെയ്ത് വെക്കും. ഞങ്ങൾ ആ രീതിയിൽ രാഷ്ട്രീയപരമായി തന്നെ അവരെ പെരുമാറും, അവരെ കൈകാര്യം ചെയ്യാനുള്ള രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനറിയാം. പിന്നെ ഞങ്ങൾ ഇതെല്ലാം അംഗീകരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാവോ? ഈ രാജ്യത്ത് ഈ നിയമം ഉണ്ടാക്കിയത് ഞങ്ങളുടെ അപ്പൂപ്പന്മാരും ഞങ്ങളുടെ മുൻഗാമികളും ഒക്കെ കോൺഗ്രസ്സുകാർ. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുന്നത് ശരിയല്ലല്ലോ അല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. ഇതുപോലെയുള്ള വിരുദ്ധന്മാരായ, അതായത് ക്രൂരന്മാരായ, മനുഷ്യത്വമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യും. ഇപ്പോൾ അവർ പിണറായി വിജയനും റിയാസും ഒക്കെ പറയുന്നത് കേട്ട് അവിടെ ഇരിക്കട്ടെ. 9.5 വർഷം ഞങ്ങളെ ആക്രമിച്ച് ക്രൂരമായി കൊച്ചനുജന്മാരെ മർദ്ദിച്ച്, നിങ്ങൾ തന്നെ പറയുന്നു, ചാനലുകളെല്ലാം സപ്പോർട്ടാണ്, മുഖം മൂടി ഇട്ടുകൊണ്ട് പോയത് ശരിയായില്ല. ഗോവിന്ദസ്വാമിയെ പിടിച്ചപ്പോ ഇത് കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ തീവ്രവാദികളെ പിടിക്കുമ്പോ കാണുന്നില്ലല്ലോ. പക്ഷെ KSUവിന്റെ സമരം ചെയ്യുന്ന കൊച്ചനുജന്മാരെ, ന്യായമായി സമരം ചെയ്യുന്ന ക്യാമ്പസുകൾ വളരെ ന്യായമായി. ഇത് സമരത്തിലല്ല, ഇത് സംഘർഷത്തിലാകട്ടോ. സംഘർഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ അവരും കുറച്ച് നിയന്ത്രിക്കണം. സംഘർഷം അടിപിടിയൊക്കെ നമ്മൾ കുട്ടികളായാലും അതിലൊന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഒരു കാലത്ത് നല്ലത്. അല്ല, ഇത് സമരം ചെയ്യാനല്ല മനു ഞാൻ പറയുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് ആകുമ്പോൾ അവനിക്ക് 10-25 കേസ് കാണും. എന്തുവാ ഈ സമരങ്ങൾ ചെയ്യും? ഇപ്പൊ എന്റെ പേര് ബിനോയ് ഷാനൂർ, ഒന്ന് അടിച്ച് അന്വേഷിച്ച് നോക്കിയാൽ മതി. അല്ല, പക്ഷെ ഇത് SFI KSU സംഘർഷമല്ലേ കോളേജ് ഇതില്? അല്ല, സംഘർഷം ആയിക്കോട്ടെന്ന്. സംഘർഷമായ നമ്മുടെ നാട്ടിൽ എന്തുവാണ് ചെയ്യുന്നത്? കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെന്ന് KSUവിന്റെ നേതാക്കന്മാരോട് രാഷ്ട്രീയ. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ല, എന്റെ പേര് ബിനോയ് ഷാനൂർ. ഓക്കെ, എനിക്ക് 10-70 കേസ് വരെ എടുത്തിട്ടുണ്ട്. എന്തിനാ? സമരം ചെയ്തതിന്. ഞാൻ ഇല്ലാത്ത ദിവസം, ഞാൻ ഇവിടുന്ന് എന്റെ ബിസിനസിന്റെ ആവശ്യമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ദിവസം പോലീസ് മനഃപൂർവ്വം കേസെടുക്കുന്നുണ്ടല്ലോ. അതിന് ഞാൻ സമയം ഇങ്ങനെ അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും ബിനോയ്, വളരെ നന്ദി കൂടുതൽ നേരം സംസാരിച്ചതിന്. അപ്പോൾ എന്നോട് കൃഷ്ണൻകുട്ടി പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ആശംസകളൊക്കെ നേരിയണം, അമ്മയ്ക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പിന്നെ AK കൃഷ്ണൻകുട്ടി പറയുന്നു. അപ്പോൾ അതൊരു നല്ല ഒരു വാക്കിന് നന്ദി. പെട്ടെന്ന് സുഖം പ്രാപിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാനും. അപ്പോൾ കിഷോർ കോന്നി എന്നോട് ഹായ് മനു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷിജു പറയുന്നത് വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ ഒരവസരം കിട്ടിയല്ലോ, അത് നന്നായി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ഓണം ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടി. പ്രമോദ് നാണു പറയുന്നു, നേതൃത്വം പല രീതിയിൽ അങ്ങനെ കിടക്കുമ്പോൾ അണികൾ ഇങ്ങനെ അനുഭവിക്കുന്നു, എന്നാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രമോദ് നാണുവിൻ്റെ പരാമർശം. അപ്പോൾ ബാബു എന്നോടൊപ്പം ചേരുന്നത് മലപ്പുറത്താണ്. ബാബു, മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ ബാബു കേൾക്കാമോ? ഓക്കെ, അപ്പോൾ സുബൈർ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സുബൈർ UDF കാരനാണ്. ശ്രീ സുബൈർ, ശ്രീ സുബൈർ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഇനി തിരിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങളിത് വേണ്ട രീതിയിൽ ചെവിയിൽ നുള്ളിക്കോ. അത് കോൺഗ്രസ് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട്. അധികാരം കിട്ടുമ്പോൾ ഈ കാര്യമൊക്കെ നിങ്ങൾ മറന്നുപോകുമോ? അത് ചെയ്യേണ്ടത് ആവശ്യം തന്നെയുള്ള. അതായത് ഇപ്പൊ സംഭവിച്ചത് മനസ്സാറേ. നമസ്കാരം. നമസ്കാരം. ബഹുമാനപ്പെട്ട മനസ്സാറേ, വീണ്ടും അഗൈൻ. അതായത് ഇപ്പൊ ഇന്ന് നടന്ന കാര്യം നമുക്ക് ലജ്ജ തോന്നുന്നു. നല്ല പോലീസുകാരൊക്കെ ഉണ്ട് ഇതില് ഡിപ്പാർട്ട്മെന്റില്. ഇത് പിണറായി വിജയന്റെ ഒരു അധോലോക സംഘമുണ്ട് ഈ പോലീസിന്റെ ഉള്ളില്. അവരെ കൊണ്ട് മനഃപൂർവ്വം കാശ് ബോണസ്, എക്സ്ട്രാ ബോണസ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാ. അല്ലാണ്ട് പിന്നെ എന്താ? ശുദ്ധാസംബന്ധം ഇതേവരെ ഒന്നും വേണ്ടിയിട്ടില്ല. ശുദ്ധാസംബന്ധം പറയുന്ന ആളുണ്ടല്ലോ കോവിലൻ. പക്ഷേ ഇവിടെ ആക്രമിക്കപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രതികളാത് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. പിന്നെ ഒന്ന് ഗവൺമെൻറ് കോളേജ് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് അസ്ലമാണ്. ഒറ്റപ്പാലം കോളേജിലെ KSU യൂണിറ്റ് ഭാരവാഹിയാണ്. ഇവരെയൊക്കെയാണ് മുഖംമൂടി ധരിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ
ഇത് നൽകുന്ന സന്ദേശം നിങ്ങൾ അക്രമത്തിൽ പങ്കെടുത്തു എന്നത് കൂടി ആവോ? ഈ ചെയ്തത് SFI-നായിരുന്നെങ്കിൽ പാലക്കാട് കത്തൂലെന്ന്. ഈ ചെയ്തത് UDF ഭരിക്കുന്ന കാലത്ത് UDF-ന്റെ പോലീസുകാരെ ചെയ്തിരുന്നെങ്കിൽ പാലക്കാട് കത്തൂലേ? നിങ്ങൾക്ക് ഇന്ന് TV-യിൽ അത് അവതരിപ്പിക്കാൻ പറ്റുമോ? അവതരിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ കുറെ കൂടി സംയമനം പാലിച്ചു എന്നാണ് അല്ലേ? അതെ. അത് മാത്രല്ല, ഇന്നിപ്പോ പോലീസുകാർ ആ SI-യുടെ വീട്ടിലേക്ക്, ഷാജഹാൻ എന്താന്ന് അവന്റെ പേരെന്നറിയില്ല, ചെമ്മാടിയുടെ പേര് നമുക്കറിയില്ല, ഓക്കെ എന്തായാലും ആയിക്കോട്ടെ, പക്ഷെ അവരെ വീട്ടിലേക്ക് പോയി. അത് അവര് കീഴടങ്ങി, അവര് എന്താണ് അറസ്റ്റ് വഹിച്ചു. ആ നേരത്ത് പോറുന്ന നേരത്ത് ഈ ശബരിമലയ്ക്ക് ഇട്ടുണ്ടോണമാതിരി ഓരോ ഇടി കൈമുട്ടോണ്ട് തണ്ടലിൽ നോക്കിയിട്ട് ഓരോ ഇടി ബോണസ്. ഇതെന്തേ തെമ്മാടികൾ ചെയ്യുന്നത്? നമ്മുടെ നികുതി പണം കൊടുത്തിട്ട് നമ്മളെ തല്ലണത്. ഇതെങ്ങനെ നമുക്ക് സ്വത്തിനും നമുക്ക് ജീവനും ഇവരെങ്ങനെ സംരക്ഷണം തരിക? എങ്ങനെ തരിക എന്ന് പറഞ്ഞ ഈ പോലീസുകാരൊക്കെ ഇല്ലേ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത്, നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലേ ഓരോരുത്തരും തല്ലിക്കൊല്ലണം, പട്ടിനെ തല്ലിക്കൊല്ലണമാതിരി. അല്ലല്ല, അങ്ങനെ നമ്മൾ നിയമം കയ്യിലെടുക്കുക, അത് ഒരിക്കലും അങ്ങനെ നിയമം കയ്യിലെടുക്കരുത്, അത് പറയരുത്. പ്രത്യേകിച്ച് അത് കോൺഗ്രസ് രീതിയല്ല എന്ന് എത്രയോ തവണ കോൺഗ്രസ്സുകാർ പറഞ്ഞു. അത് ശരിയാണ്. ഒരു മിനിറ്റ്, ഇത് പറഞ്ഞു പോകണം ഓട്ടോമാറ്റിക് ആയിട്ട്. അതിന് ഇപ്പൊ 10 തെരുവുപട്ടി പോണ 2 തെരുവുപട്ടിയിൽ അക്രമം കാണിക്കുന്നത്, പക്ഷെ എല്ലാ തെരുവുപട്ടിയും നമുക്ക് എല്ലായിടത്തും അറിയാം. അതുപോലെ ഈ പോലീസുകാർ ചെയ്യുന്ന എന്ത് വൃത്തിയായിട്ട് നമുക്ക് എവിടെയും സുരക്ഷയുള്ളത്? ഇപ്പൊ എവിടെ സുരക്ഷയുള്ളത്? റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, പോലീസുകാർക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും അധിക്ഷേപിക്കില്ല നമ്മള്. ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവര് മാത്രമേ പറയുന്നുള്ളൂ. നല്ല ആൾക്കാരുണ്ട്, നമുക്കറിയുന്ന ആൾക്കാരുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കുണ്ടായിരുന്നപ്പോ ഞാൻ നാളെ സാറിന്റെ അടുത്ത് പറഞ്ഞില്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ്. യെസ്, അപ്പൊ എനിക്കൊന്ന് നമുക്ക് കുറെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അപ്പൊ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് ഞാൻ കുറച്ച് പക്ഷപാതപരമായോ ഇവരെ എന്തിനാണ് പിടിച്ചത് എന്നുകൂടി പറയാം. ഞാൻ പറയുന്നുണ്ടല്ലോ, നിരന്തരം ഈ അടിപിടിയുടെ കാര്യമാണ് എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. സതി ബാബുരാജ് എന്നോട് പറയുന്നു, മനു ഹൗ ആർ യു? ഐ തിങ്ക് യു ആർ നോട്ട് വെൽ ഇൻ ദീസ് ഡേയ്സ്. യു ലുക്ക് ഹെൽത്തി വെരി വെൽ. ഓക്കെ, അതൊന്നും ഐ വാസ് നോട്ട് സിക്ക്. അതായത് സതി ബാബുരാജ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങുന്ന ആപ്പിളും ഓറഞ്ചും ഒക്കെ ഞാനും കുറേ കഴിച്ചു. അപ്പോൾ അതിൻ്റെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ കുറേ കൂടി ഒരു ഊർജ്ജസ്വലനായി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ജയകുമാർ പറയുന്നു, നമസ്കാരം സാർ, അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞതിൽ വിഷമമുണ്ട് എന്ന് പറയുന്നു. ഓക്കെ ജയകുമാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സുഖമൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കുറച്ചും കൂടി മാറാനുണ്ട്. ഓക്കെ, അപ്പോൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഇതിന് പകരം ചോദിക്കും ഈ പ്രശ്നങ്ങൾക്ക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ശ്രീ കെ കരുണാകരന് പണി പോയത് എങ്ങനെയെന്ന് അറിയാമോ എന്ന് AK കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുക. അപ്പോൾ ശരി, കൃഷ്ണൻകുട്ടി എന്ന് വിളിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. അമ്മിണി ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീമതി അമ്മിണി കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. അപ്പോൾ ഇത് അടിപിടി ഉണ്ടാക്കിയ ആളുകളെ പോലീസ് നിയമപരമായുള്ള രീതിയിൽ കൊണ്ടുപോയി എന്ന നമസ്കാരം സാറേ. അത് ശ്രീമതി അമ്മിണി TV-യിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ശബ്ദം കുറച്ച് വൈകി കേൾക്കുന്നത്. അപ്പോൾ ടെലിഫോണിൽ എന്നോട് സംസാരിക്കണം. ഓക്കെ, സംസാരിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാ കയറിയത്, പക്ഷെ ഇപ്പൊ എല്ലാം ശരിയാക്കിക്കൊണ്ടായിരിക്കുന്നത്. സാറേ, ഞാൻ ഈ ഒരു പരിപാടിയും കാണും, ഞാൻ വാർത്തയും കാണുള്ളൂ. ഉത്രാടത്തിന്റെ അന്ന് ഞാന് TV വെക്കുമ്പോ കാണുന്ന ഒരു കുഞ്ഞിനെ ഇടിക്കുന്ന, പോലീസുകാർ ഇടിക്കുന്ന കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞ് ഈ പരിപാടിക്ക് എനിക്ക് ഒത്തിരി വിളിച്ചായിരുന്നു ഞാൻ. അത് കിട്ടിയില്ല എനിക്ക്. അപ്പൊ പോലീസ് ഇപ്പൊ നിലവിട്ട് പെരുമാറുന്നു എന്നാണ് പറയുന്നത്. അത് ഇതിന്റെ പുറകിൽ രാഷ്ട്രീയമാണോ അതോ പോലീസ് സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ പെരുമാറുകയാണോ? അല്ലല്ല, നമ്മുടെ മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഉപദ്രവിക്കത്തില്ലല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി അറിയാം ഇങ്ങനെ ഉപദ്രവിക്കല്ല. അത് ഒരു പീഡന കേസായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ രംഗത്തിറങ്ങിയതിന്. ഇത്രയും പോലീസ് മർദ്ദനം ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ട് ഈ മുഖ്യമന്ത്രിയോ മറ്റുള്ളവരാരും അനങ്ങാതിരിക്കുന്നതിന്റെ കാര്യം എന്താ? അതുപോലെ തന്നെ ഈ TV-യിൽ ഇടി കണ്ടു മടുത്തു. ഞങ്ങൾ അമ്മമാരായിട്ടുള്ള സ്ത്രീകളെല്ലാം ഇത് കണ്ടു മടുത്തു. ഇവരോട് ഈ സർക്കാരിനോട് എന്തെങ്കിലും നമ്മൾ സാധിച്ചു കിട്ടണമെങ്കിൽ സമരം ചെയ്തേ പറ്റത്തുള്ളൂ. ആ സമരം ചെയ്യുന്നവരെല്ലാം നമ്മുടെ ഇപ്പൊ കുറച്ച് ഈ അടുത്ത കുറെ ഇടിപ്പടങ്ങളൊക്കെ പുറത്തിറങ്ങിയില്ലേ? അപ്പൊ അതുപോലെയാണ് ഇപ്പൊ TV വെച്ച് കാണുമ്പോ കാണുന്നല്ലേ ഇടി കൊള്ളുന്നതും അല്ലേ? TV വെക്കുന്നില്ല സാറ്, സത്യം പറഞ്ഞ സങ്കടം കൊണ്ട് വെക്കുന്നില്ല. TV വെക്കുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാം ശരിയാക്കുന്നു. ഇപ്പൊ എല്ലാത്തിനും ശരിയാക്കിക്കൊണ്ടായിരിക്കുന്നത്. പോലീസുകാരുടെ വീതം അതെ. ഇവര് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന സമരം ചെയ്യുന്നതിന് അതിന് സർക്കാർ ലാത്തി കൊണ്ടും
എന്തുകൊണ്ടാ ചെടി കൊണ്ടും അടിച്ച് കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് തലയും നല്ല എല്ലുമുള്ള കുഞ്ഞുങ്ങൾ ഒന്നും ഇല്ല ഇപ്പൊ ഉള്ള തലമുറയൊന്നും. ഈ ഭരണം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഇനി മൂന്നാമതും കയറുമെന്നും പറഞ്ഞായിരിക്കുന്നു. ഈ ഭരണം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ദൈവത്തെ ഓർത്ത് കൊണ്ടുപോകരുത്. കുഞ്ഞുങ്ങളെ തല്ലരുത്. ഇനി പോലീസുകാരെ കൊണ്ട് തല്ലിക്കരുത്. വേദനയോടെ ഇത് പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഇനി തല്ലിക്കരുത് പോലീസിനെ കൊണ്ട്. എന്താ ഭരണമായി ഭരിക്കുന്നത്? ഭരണമായി ഭരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ നന്ദി. അപ്പോൾ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീനിവാസൻ, ഇത് സാധാരണ രീതിയിലുള്ളൊരു നിയമരീതിയാണോ? ഇത് കാണുമ്പോൾ എന്തെങ്കിലും തരത്തിൽ പോലീസ് അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞ പോലീസുകാരെ അഴിഞ്ഞാട്ടല്ലേ? ഇത് തിരിച്ചു വരും എന്നുള്ള മാതിരിയിലാണോ ഈ വീടി ശേഷം പറഞ്ഞ എത്ര കറക്റ്റ്? 100% കറക്റ്റാണ്. യെസ്, വ്യക്തമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രേക്ഷകരുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകൻ വരുന്നു, ശ്രീ ദാസൻ, കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ. ഹലോ, കേൾക്കുന്നുണ്ട്. ശ്രീ ദാസനുമായി സംസാരിച്ച് കുറേ ദിവസമായി. അതെ, അതുകൊണ്ട് മാത്രമേ വിളിച്ചെന്ന്. ഒരു മാസമായി. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ബന്ധമുള്ള ആളാണ് വേണം. അപ്പൊ അമ്മക്ക് സുഖമില്ലാതെ ഇന്ന് വിളിച്ചേ. അത് ശരി. വിളിച്ചല്ല, അമ്മയോട് പറയുമ്പോ കണ്ണൂർ ദാസം വിളിച്ചിട്ട് അദ്ദേഹം പറയണം. ഞാൻ പറയാം. അപ്പൊ എന്റെ അമ്മ മിക്കവാറും ഇത് പിന്നീട് ആയാലും യൂട്യൂബിലൊക്കെ കാണും. ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ശ്രീദാസന്റെ അന്വേഷണം ഞാൻ പ്രത്യേകം അറിയിക്കാം. പിന്നെ ശ്രീദാസന് പിന്നെ അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ്. പലപ്പോഴും എന്നോട് ഈ ഇതൊക്കെ കണ്ട് ശ്രീദാസൻ വിളിക്കാറില്ലല്ലോ, അങ്ങനെ കുറച്ച് പേരുണ്ട്. നമ്മുടെ മോഹൻദാസ് ആലത്തൂർ. അപ്പോൾ ശ്രീ മോഹൻദാസിനെ ഇപ്പോൾ കുറേ ആയിട്ട് അദ്ദേഹം വിളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെ കാണാതിരിക്കുമ്പോൾ അമ്മയും അന്വേഷിക്കാറുണ്ട്. ഞാൻ പറയാം, ആളുകളൊക്കെ തിരക്കിലല്ലേ, ചിലപ്പോൾ അവർ എല്ലാ ദിവസവും ഫോൺ ചെയ്താൽ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ തിരക്കിലാകും. പക്ഷേ എങ്കിലും ശ്രീദാസൻ എവിടെയെങ്കിലും ഇരുന്ന് ഈ പരിപാടി കാണുന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്ന മോനുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഇതാണ് ഇന്നത്തെ കാലത്ത്. അമ്മയോട് പ്രത്യേക അന്വേഷണം പറയാ. നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ ആരോഗ്യം ഇതായിട്ട് വരട്ടെ കേട്ടാ. ശരി, ഓക്കെ, താങ്ക് യു ശ്രീദാസ്. സന്തോഷം. ഓക്കെ. അപ്പോൾ ശ്രീ അഹമ്മദ് ബാബ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അദ്ദേഹം മലപ്പുറത്തു നിന്നാണ്, കാടാമ്പുറ ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അഹമ്മദ് ബാബയായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് ദിവസങ്ങളായി. ശ്രീ അഹമ്മദ് ബാബ UDF കാരനാണ്. കേൾക്കാമോ? ഹലോ, കേൾക്കാം. നമസ്കാരം. നിങ്ങൾക്ക് ഇങ്ങനെ മർദ്ദനമേൽക്കുന്നു, കൈവിലങ്ങുകൾ, മുഖം മൂടി, ഇതൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഏതായാലും അമ്മക്ക് വേഗം സുഖമാവട്ടെ. പിന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ ST റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ധാരാളം ആളുകളും പോലീസുകാരും നോക്കി വെക്കുമ്പോ ഇടിച്ച് മൂക്കുന്ന ചോര വരുത്തി. അപ്പൊ ഇത് തെറ്റാണ്, ഇത് ഒരു മോശമായ സന്ദേശം യുവാക്കളിൽ കൊടുക്കുന്നു പറഞ്ഞ് വാദിച്ച ആളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മംഗലശ്ശേരി നീലകണ്ഠനായാൽ കൊള്ളാമെന്ന് തോന്നിയോ ശ്രീ അഹമ്മദ് ബാബ? അതെ, നല്ലൊരു പോലീസ് ഓഫീസറെ കാണണമെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും സിനിമ കാണണം. സിനിമയിലല്ലാതെ യഥാർത്ഥത്തിൽ നല്ല പോലീസുകാർ ഒരുപാടുണ്ട് കേട്ടോ. ഞാന് പല നല്ല പോലീസുകാരെ കുറിച്ച് നല്ല പോലീസുകാരുണ്ട്. ഇപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥയല്ലേ സ്വന്തം വള ഊരിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ആംബുലൻസ് ആശുപത്രിയിൽ വള ഊരിക്കൊടുക്കുന്നു, പിന്നെ ആംബുലൻസ് വരുമ്പോൾ ഓടി നടന്ന് അതിൻ്റെ സഹായങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുണ്ട്. പോലീസുകാരിൽ എത്രയോ നല്ല ആളുകളുണ്ട്. പക്ഷെ അവരെയൊക്കെ പറയിപ്പിക്കാനായി വേറെ ചില ആളുകൾ ഇങ്ങനെ ഇടിമുറികളും മറ്റേ പരിപാടികളും ഒക്കെ ആയി നടക്കുന്നു. അതാണ് സംഭവം. ഇഷ്ടം പോലെ ഉണ്ട് സർ. കാരണം എന്റെ ഒരു അനുഭവം തന്നെ ഉണ്ട്. ഞാനൊരു ദിവസം റോഡ് മുറിച്ച് നടക്കുമ്പോ 2 വണ്ടികൾ അവിടെ നിർത്തി തന്നു. ഒരു പോലീസ് വണ്ടി വന്നിട്ട് നിർത്താതെ നേരെ എന്റെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പൊ ഞാൻ നിന്നു. ഞാൻ ഇപ്പൊ ഒരു 7 വർഷത്തോളായി ഞാൻ നിന്നു. ഞാൻ നിന്നപ്പോ തന്നെ ആ പോലീസ് ഡ്രൈവർ എന്നോട് ചോദിക്കുകയാണ്, എന്തോ തന്റെ മുഖത്ത് കണ്ണില്ലേന്ന്. ഞാൻ വേറൊരു ചാനലില് എന്റെ മുഖത്തല്ല കണ്ണ് വേറൊരു സ്ഥലത്താണ്. ഞാൻ ഉടനെ തിരിച്ചു പറഞ്ഞു. ഉടനെ തന്നെ തിരിച്ചു പറഞ്ഞു. ഞാന് തിരിച്ചു പറഞ്ഞപ്പോ ഈ സൈഡിലൊരു CI റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഉടനെ തന്നെ ഈ ഡ്രൈവറോട് ചോദിച്ചു, എന്ത് വർത്തമാനോട് താനാ പറഞ്ഞത്? അയാളോട് താൻ അങ്ങനെയാണോ സംസാരിക്കല്? താനാണ് തെറ്റ് ചെയ്തത്, താൻ വണ്ടി നിർത്തി കൊടുക്കണ്ടേ, ജനങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സോറി സർ,
താങ്കളെ പോലുള്ള നല്ലൊരു ഉദ്യോഗസ്ഥന്റെ അടുത്താണല്ലോ ഈ ഡ്രൈവർ ഇരിക്കുന്നതെന്നുള്ളതിൽ എനിക്ക് സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. സാധാരണഗതിയിൽ ഒരു കാൽനടക്കാരനോട് ഏറ്റവും മുൻഗണന നൽകിക്കൊണ്ട് വേണം ഒരാൾ വണ്ടി ഓടിക്കാൻ. അതാണ് പൊതു നിയമം. നമ്മളൊക്കെ ട്രാഫിക് പഠിക്കുമ്പോൾ അതാണല്ലോ, കാൽനടക്കാരന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ ഒരു കാൽനടക്കാരനെ ഒരു വണ്ടി ഇടിച്ചാൽ സ്വാഭാവികമായി കാൽനടക്കാരനെതിരെയല്ലോ കേസെടുക്കുന്നത്. ഇതൊക്കെ പോലീസിന് അറിയാത്ത കാര്യമല്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം എന്തൊരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനാണ്. വേറൊരു കാര്യത്തിന് ഞാൻ മിനിസ്റ്റർ നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് ടെലിഫോൺ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഗവൺമെന്റാണ് ടെലിഫോൺ എടുത്തത്. ഞാനാണ് ഭരണത്തിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കേരളത്തിന്റെ DGP ആക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് മാന്യമായിട്ടാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഗൺമാനോ? ഗണേഷ് കുമാറിന്റെ ഗവൺമെൻ ഒരു DYSP റാങ്കെങ്കിലും ഉണ്ടാവില്ല അദ്ദേഹത്തിനില്ലേ? ഗൺമാൻ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഗൺമാൻ ഓക്കെ, എന്നാ ഏതെങ്കിലും റാങ്ക് ആകട്ടെ, പോലീസിൽ ഏറ്റവും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണം നമ്മളുടെ ജനങ്ങൾക്ക് കിട്ടേണ്ടത്. അപ്പൊ അതെന്താ ഒരു ബന്ധുവില്ല എനിക്ക്. ആ തിരുവനന്തപുരത്ത് മറ്റാണ് അദ്ദേഹം വിളിച്ചത് തന്നെ. ഞാൻ വിളിച്ചപ്പോ അദ്ദേഹമാണ് ടെലിഫോൺ എടുത്തത്. എനിക്ക് അദ്ദേഹത്തെ പരിചയവുമില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. അതിന് മുന്നേ പറയേണ്ടതായിരുന്നു. ഇന്നൊരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഇന്ന് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇന്ന് കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഇന്ന് 1:30 മണിക്ക് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്തോ തകരാറുണ്ട്, അതുകൊണ്ട് ചികിത്സ നിർബന്ധമാണ്. പ്രമാസ രൂപേണയായിരിക്കും അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും പറഞ്ഞത് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആളാണ്. ഇന്നൊരു കല്യാണ സ്ഥലത്ത് വെച്ച് ഇന്ന് 1:30 മണിക്ക് ഉണ്ടായതാണ്. അത് അപ്പൊ തന്നെ ന്യൂസ് ചാനലിൽ ഇതും വന്നു. എനിക്ക് സംസാരിക്കാൻ അവസരവും കിട്ടി. എന്താ ഇത് വെപ്രാളം പിടിച്ചിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്, മംഗലശ്ശേരി നീലകണ്ഠന്റെ അവിടത്തേക്ക് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. യെസ്, വ്യക്തമാണ്. അപ്പോൾ അതിന്ന് 2-3 അനുഭവങ്ങളാണ് ശ്രീ അഹമ്മദ് ബാബു പങ്കുവച്ചത്. അപ്പോൾ ഏതായാലും ആ ഗണേഷ് കുമാറിൻ്റെ ഗൺമാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയ ഒരു പ്രതീതി ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാധാരണക്കാരായ ആളുകൾ നമ്മളെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛ ഇല്ലാത്ത നല്ല വാക്കുകൾ പറയുന്നത് എന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുകരണീയമായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ കരുണാകരനെ കുറിച്ച് ആ സ്ഥലത്തെ പോലീസിനെ കുറിച്ചൊക്കെ എ കെ കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുന്നുണ്ട്. അരുന്ധതി കോലംപറമ്പത്ത് നമസ്കാരം എന്ന് പറയുന്നു, എന്നോട് സുഖമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുഖമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അരുന്ധതി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നമ്മുടെ പൊതുവേദി പ്രേക്ഷകയാണ്. ഗൗതം, ഞാൻ വിചാരിക്കുന്നത് കാസർഗോഡിലെ ഗൗതമാണ്, എനിക്ക് ഒരു സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗൗതം. അപ്പോൾ ജയകുമാർ വന്നിട്ടുണ്ട്. പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് പോലീസ് അക്രമത്തിൻ്റെ ഇരയാണ് പുഷ്പൻ. ഓക്കെ, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഷാജി ഭാസ്കർ പറയുന്നത് അമ്മിണി ചേച്ചിയുടെ വർത്തമാനം കേട്ടാൽ തോന്നും കേരളത്തിൽ ആദ്യമായാണ് ലാത്തി ചാർജ് നടക്കുന്നതെന്ന്. ലാത്തി ചാർജ് അല്ല, ഇത് ആളെ കൊണ്ടുപോയി ഇടിക്കുന്നതല്ലേ ഷാജി, അത് ശരിയല്ല. അപ്പോൾ ലാത്തി ചാർജ് എന്ന് പറയുന്നത് പോലീസിനൊരു ഒരു ഒരു സ്ഥലത്ത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആവശ്യമായ ഫോഴ്സ് ഉപയോഗിക്കാനുള്ളൊരു അധികാരമുണ്ട്. അതുപോലെയല്ലല്ലോ ഒരു വഴിയിൽ കണ്ട മനുഷ്യനെ ഈ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി ഇടിക്കുന്നത്. അത് പലപ്പോഴും ഞാനിത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിത് കാണുന്നുണ്ട് പലപ്പോഴും ഈ പെറ്റി കേസുകൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നപ്പോൾ ഏതെങ്കിലും വണ്ടി റോങ് സൈഡിൽ എന്തെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടാകും, ഉടനെ അവിടെ ചെന്ന് അവരോട് തെറി പറയുക. അപ്പോൾ അവരെന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിക്കുക. അതേസമയം വലിയ ഈ തട്ടിപ്പ് വീരന്മാരും കള്ളന്മാരും പിടിച്ചുപറിക്കാരും അതുപോലെ സ്ത്രീകളോടൊക്കെ മോശമായി പെരുമാറുന്നതൊക്കെ പോലീസിനെ കാണുമ്പോൾ വേഗം തൊഴും. അപ്പോൾ അതുകൊണ്ട് അവരോട് ഈ ക്രൂര മനോഭാവമില്ല. അതേസമയം ഈ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവനെ വലിയ കുറ്റവാളിയെപ്പോലെ കണക്കാക്കുമ്പോൾ അവർ തിരിച്ച് പോലീസിനോട് പറയുന്നതാണ് പലപ്പോഴും പോലീസിനെ പ്രകോപിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഇവരുടെ കുറ്റകൃത്യം അനുസരിച്ച് ആളുകളെ വിലയിരുത്താൻ ശ്രമിക്കും. ഒരാൾ ഒരു സൈഡിൽ വണ്ടി നിർത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തോട് ശാന്തമായിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയുക, അല്ലെങ്കിൽ നിയമപരമായ ഒരു ഫൈൻ അദ്ദേഹത്തിന് കൊടുക്കുകയോ ചെയ്യാം. മാത്രമല്ല ഈ ശ്രീ അഹമ്മദ് ബാബു പറഞ്ഞ ഒരു പ്രധാന കാര്യം ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പോലീസിന് ഒരു സ്ഥലത്ത് അവർ റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന എത്രയോ ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അത് ആളുകൾ സഹിച്ചോളണം, അവർക്ക് എന്തോ ഒരു വലിയ അമിതാധികാരമുണ്ട് എന്നൊക്കെയുള്ള പല തെറ്റിദ്ധാരണകൾ നമുക്ക് പലപ്പോഴും കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൽ ഒരു കാര്യം.
അപ്പോൾ വിജയനെയും മകൻ്റെ ഭാര്യയെയും അറിയാമോ ഒന്ന് മറ്റേ നമ്മുടെ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത വിജയൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. നമുക്ക് അതൊരു ദിവസം ചർച്ചയ്ക്ക് എടുക്കാം. അപ്പോൾ ഇവിടെയെല്ലാം നടക്കുന്ന പ്രതിപക്ഷം വളരെ ദുർബലമായതിനാലാണ് അവരുടെ വിദ്യാർത്ഥി സംഘടനയും അനുയായികളും ഇത്തരത്തിൽ ക്രൂരത സഹിക്കുന്നു. അപ്പോൾ ദുർബലമാണ് പ്രതിപക്ഷം എന്നാണ് ജോൺ എബ്രഹാം പറയുന്നത് കേട്ടോ. ജോൺ എബ്രഹാം പ്രതിപക്ഷ അംഗങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. കൊടിയ മർദ്ദനങ്ങളുടെ ചിത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം എന്താണ് ന്യൂസ് 18 കാണിക്കാത്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, ഞാൻ കണ്ട മർദ്ദനത്തിൻ്റെ ചിത്രമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുരളീധരൻ MN പറയുന്നു, ശ്രീ മുരളീധരൻ നായർ പറയുന്നു, മനു വന്നതിൽ സന്തോഷം. ഓരോ പ്രേക്ഷകൻ്റെയും അഭിപ്രായങ്ങളും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും കേട്ടിരിക്കുന്ന മനുവിൻ്റെ സ്റ്റൈൽ കേട്ടിട്ട് കുറേ നാളായി എന്നൊക്കെയാണ് ശ്രീ മുരളീധരൻ നായർ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ സന്തോഷത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇത്തരം അനുമോദനങ്ങളാണ് സത്യത്തിൽ എന്നെ അനുദിനം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ശ്രീ മുരളീധരൻ നായർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായൊരു ആ പുകഴ്ത്തൽ പോലെ കാര്യങ്ങളിലൊക്കെ വീണുപോകുന്നയാളാണ്. അപ്പോൾ ദിലീപ് കുമാറുണ്ട്, UDFനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി ഒരു വിഭാഗം പോലീസുകാർ പണി തുടങ്ങി. ഈ കാണിക്കുന്നത് തെമ്മാഴിത്തരം കാണിക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് ദിലീപ് കുമാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അഹമ്മദ് ബാബ എന്നോടും ഒരാൾ ഇന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പിച്ചുംബേയും പറയുന്നു. ഓക്കെ, അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ആരുടെയും ചോരയിൽ മുക്കിയൊരു ഷർട്ടും പൊക്കിപ്പിടിച്ച് പിണറായി നടന്നു എന്നാണ്, ആരുടെയോ ചോരയിൽ മുക്കിപ്പിടിച്ച ഷർട്ടും കൊണ്ടാണ് പിണറായി വിജയൻ അന്ന് വന്നതെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ ജയകുമാർ പറയുന്നു. ഓക്കെ, അപ്പോൾ ബാബു മലപ്പുറത്തും. ശ്രീ ബാബു കേൾക്കാമോ? കേൾക്കാം. ശ്രീ ബാബു മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നേരത്തെ ടെലിഫോൺ കട്ടായി പോയി. വാണിയമ്പലം. വാണിയമ്പലം മലപ്പുറത്താണോ? വാണിയമ്പലം മലപ്പുറമാണ്. ഓ ശരി. അപ്പോൾ വാണിയമ്പലം വളരെ പ്രശസ്ത, വാണിയമ്പലം ചന്ത അല്ലേ? വാണിയംകുളം. അത് വാണിയംകുളം, ഇത് വാണിയക്കുളം. അതാ ഞാൻ അത് വാണിയക്കുളം, കന്നുകാലി ചന്ത, വാണിയക്കുളം. ഓക്കെ, അപ്പോൾ ഇത് വാണിയമ്പലം. ഓക്കെ. അതായത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ശ്രീ ബാബുവിന് എന്ത് തോന്നുന്നു? ഇത് പോലീസ് വളരെ നിയമപരമായി പ്രവർത്തിക്കുകയാണോ, അതോ പോലീസിനെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലേ, അതോ സർക്കാരിൻ്റെ നയം പോലീസ് നടപ്പിലാക്കുകയാണോ? എന്താണ് ശ്രീ ബാബുവിന് ഈ വിഷയങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്? കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലോകോത്തര പോലീസാണ്. അതിൽ സംശയങ്ങളൊന്നുമില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ മുന്നണി പോരാളികളായ ഈ ഇടതുപക്ഷ സർക്കാർ സാധാ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് പോലീസിനെ കൊണ്ട് നിയോഗിക്കുന്നത്? അപ്പോൾ സർക്കാരിന്റെ കുഴപ്പമാണെന്നാണോ പറയുന്നത്? അതോ സർക്കാരിന്റെ, വ്യക്തമായിട്ട് സർക്കാരിന്റെ കുഴപ്പമാണ്. കക്കയം ക്യാമ്പും തങ്കമണി കാര്യങ്ങളൊന്നും കേരളീയരെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നതേ ഉള്ളൂ, മനസ്സിലാക്കണം. ഇനി ഇവിടെ ജയറാം പടിക്കലിനെ പോലെയും പിന്നെ പുലിക്കോടൻ നാരായണ പോലെയുള്ള പോലീസ് ഓഫീസർമാരെ കൊണ്ട് വെച്ചുകൊണ്ട് അന്ന് ചെയ്ത പോലെ ഈ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാന് ഒരു മുൻകാല CPM പ്രവർത്തകനാണ്. മുൻകാല CPM പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാർട്ടി വിട്ടോ? ഇപ്പൊ പാർട്ടി വിട്ടിട്ടുണ്ട്. പാർട്ടിയുടെ നെറികെട്ട പരിപാടി കൊണ്ട് പാർട്ടി വിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. നെറികെട്ട പരിപാടിയാണോ? അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു ഉണ്ടാക്കിയ പാർട്ടിയാണത്. ഇന്ന് കോർപ്പറേറ്റുകളോട് മാത്രം കൂട്ടുകൂടി പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന, അത് പോലീസിനെ വെച്ച്, പോലീസ് അതിൽ നിരപരാധികളാണെങ്കിലും പോലീസിനെ വെച്ച് പാവപ്പെട്ടവന്റെ പിടിച്ചുപറിയാണ് ഈ സർക്കാർ നടത്തുന്നത്. അതിന് തടയിടുന്ന ആളുകളെ അല്ലെങ്കിൽ അതിന് ചോദ്യം ചെയ്യുന്ന ആളുകളെ മൃഗീയമായി പിന്നെ ലോക്കപ്പിൽ വെച്ച് മൃഗീയമായി തല്ല, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തന രീതികളും. ഇങ്ങനെയല്ലല്ലോ നമ്മളെ ഈ സർക്കാരിനെ കാണുന്നത്. സമര പോരാട്ടങ്ങളുടെ നേടിയെടുത്ത പ്രസ്ഥാനമാണിത്. അപ്പൊ പോരാട്ടമില്ലാത്ത രീതിയായി അല്ലേ? ആളുകൾ പോരാടുന്നവരെ കുറിച്ച് മനസ്സിലാകുന്നില്ലെന്നാണ്. പോരാടുന്ന ആളുകളെ അടിച്ചൊതുക്കുന്ന ഒരു ഭീകര ഭരണകൂടമായി മാറി, മർദ്ദനോപാധിയാക്കി പോലീസിനെ ഉപയോഗിക്കുകയാണ് അല്ലേ? നമ്മള് ഇടതുപക്ഷ സർക്കാരിനെ, എന്നെപ്പോലുള്ള ആളുകള് ഇടതുപക്ഷ സർക്കാരിനെ എങ്ങനെയാണ് കാണുന്നത് സാർ? പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും കൂടുതൽ ആളുകളുകൊണ്ടാണ് ഏതായാലും നമ്മുടെ വാണിയമ്പലത്ത് നിന്ന് ബാബു വിളിച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ വാണിയമ്പലവും വാണിയംകുളവും തമ്മിലൊരു ചെറിയ തർക്കം, ഒരു ആശയക്കുഴപ്പമുണ്ടായി. ഓക്കെ, അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ബിബിൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബിബിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയെന്നോ. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്, അപ്പോൾ വീടെന്തായി? വീട് ശരിയായോ? വീട് മരം വീണ സംഭവത്തിൽ എന്ത് പറ്റി? ഓണമൊക്കെ അങ്ങനെ നടക്കുന്നു. പിന്നെ
ഓണം കലക്കിയോ? ഓണം നമ്മൾ അടിച്ചു പൊളിക്കുമല്ലോ, അതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ സദ്യയും പായസവും. എത്ര പായസം ഉണ്ടായിരുന്നു? പിന്നെ പായസമൊക്കെ ഓരോ ദിവസം ഓരോന്നൊക്കെ വയ്ക്കും. നമ്മള് പിന്നെ അതിനൊന്നും ഈ ഈ പാചകമൊക്കെ ചെയ്യുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടാണോ അതോ ഭാര്യയാണോ? ഞാൻ പാചകം പിന്നെ ഞാൻ നല്ല രീതിയിൽ ചെയ്യും. അവളെ കൊണ്ട് വച്ച് തന്നാൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇവിടെ എന്റെ ഇലയിൽ കൊണ്ട് വിളമ്പി തന്നാൽ ഞാൻ പാചകം അകത്തോട്ട് ചെയ്യും. അല്ലാതെ എനിക്ക് അറിയാന്നുള്ള പാചകം എന്ന് പറഞ്ഞാൽ ചായ ഇടാനും അറിയാം, മരിച്ചിനി പുഴുങ്ങാനും അറിയാം, കപ്പ പുഴുങ്ങാനും അറിയാം. ശരി. എനിക്ക് ഈ ലോകത്ത് അറിയാന്നുള്ള അതേ ഉള്ളൂ. അതായത് കപ്പ തൊലിച്ച് അതിനെ ഇട്ട് വെള്ളത്തിട്ട് പുഴുങ്ങാൻ അറിയാം, പിന്നെ ചായ ഇടാനും അറിയാം. ഞാൻ ഇതേ പഠിച്ചിട്ടുള്ളൂ. അല്ല, അപ്പൊ അത് കുറച്ച് ഭാര്യയിൽ നിന്നൊക്കെ അത് പരിശീലിക്കുന്നത് നല്ലതാ കേട്ടോ. എന്തിനാണ് അവരെ വായിരിക്കുന്ന ഇടികൊള്ളണം? അവർക്ക് വായിൽ വായിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും, അവരെടുത്തിട്ട് കുനിച്ചെടുത്ത് ഇടിക്കും. ഞാൻ ചോദിക്കുന്ന ഭാര്യ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് ഭാര്യ ഒരു മികച്ച പാചകത്തിലൊക്കെ വൈദഗ്ധ്യമുള്ള ആളാണോ? അടിപൊളിയാണ്, സൂപ്പറാണ്. ശരി. അതൊക്കെ ഇനി വരട്ടെ, ദൈവം കടാക്ഷിക്കുമെങ്കിൽ നമുക്ക് വീട് പിന്നെ എന്തെങ്കിലും ഞാനൊരു വീട് വയ്ക്കുമ്പോ ഞാൻ താങ്കളെ വിളിക്കാം. അന്ന് നമുക്കൊരു പായസവും അന്ന് ഒന്നാക്കണം. അതിന് പായസം ഒന്നാക്കണേ. നമ്മളെ പിള്ളേര് അതൊക്കെ വരട്ടെ, നോക്കട്ടെ എങ്ങനെയാണെന്ന്. നമുക്ക് മിക്കവാറും കേരളത്തിലൊക്കെ അതിന്റെ ഒരു അടുത്തൊക്കെ എത്തി നിൽക്കുന്നത്. മിക്കവാറും ഉടനെ ഒക്കെ റെഡിയാവും എല്ലാം. പിന്നെ അവസാനിപ്പിക്കട്ടെ. ഈ പിള്ളേരെ കേസ് കണ്ടിട്ട് അതൊരു രക്ഷാപ്രവർത്തനാണെന്ന് തോന്നുന്നത്. അതും രക്ഷാപ്രവർത്തനം. പിന്നെ വല്ല കാക്ക എങ്ങനെ തൂറി നാശാക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോ കൊണ്ടുപോയതായിരിക്കും. പിള്ളേരെ കൊച്ചുകുട്ടികളല്ലേ അവരെയൊക്കെ. പക്ഷെ അതിന് SFI കാണാനില്ല. അത് ഞാൻ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് അങ്ങ് ഇപ്പൊ പൊതു ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ. ഇത് പോലീസ് എല്ലാ കാലത്തും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതോ ഇപ്പൊ പെട്ടെന്ന് ഒരു പോലീസിന് വളരെ മോശമായതാണോ? അല്ലല്ല, പോലീസ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? ഒരു പിന്നെ കൊലപാതകികളെ കൊണ്ടുപോയിട്ട് പിന്നെ അവരെ കൊണ്ടുപോയി ആവശ്യമുള്ള ചാരായം വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? അവർക്ക് പിന്നെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? അവർക്ക് സിഗരറ്റ് കൊണ്ട് കൊടുക്കുന്നില്ലേ? ടച്ചിങ് സൂട്ട് കൊടുക്കുന്നില്ലേ? അതൊന്നും നിങ്ങൾ കാണാതെന്താണ്? അതൊക്കെ ഈ നല്ല കാര്യങ്ങൾ മാത്രം കാണാതെ നിങ്ങൾ ഈ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം വിളിച്ച് പറയണതിനാണ്. കൂടും കൊലപാതകയായിട്ടുള്ളവർ 56, 70, 8 കൊന്നവനെ കൊണ്ടുപോയിട്ട് നല്ല അന്തസ്സായിട്ട് പബ്ലിക്കായിട്ട് നിർത്തിയിട്ട് ചാരായം വാങ്ങിച്ച് കൊണ്ടുവന്ന് അവന് കൊടുത്ത് ടെക്സിങ്സ് പിടിച്ചു കൊടുക്കുന്നു, സിഗരറ്റ് കൊണ്ട് കത്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവനെ അതേപോലെ വീട്ടിൽ അവനെ ജയിലിൽ കൊണ്ടുവന്നാക്കുന്നു. അവിടെ അവന് ഫോണ്, മറ്റത് കഞ്ചാവ് എന്നീ വേണ്ടാത്ത എല്ലാ സൗകര്യം ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ പിന്നെ തലയിൽ കാക്കയോ മറ്റോ ഒന്നും തൂറാതിരിക്കാൻ വേണ്ടി ഒരു മൂടിയിട്ടുണ്ട് പോയത് മാത്രം കുറ്റമായിട്ട് മാത്രം കണ്ടത്. നല്ല കാര്യം മറുപാട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ്. ഏതായാലും നമുക്ക് അപ്പൊ പായസത്തിന്റെ കാര്യം മറക്കണ്ട. നമുക്ക് വീട് പണി കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ വിളിക്കും, താങ്കൾ എത്തണം. താങ്കൾ എന്ന് പറഞ്ഞാൽ താങ്കൾ ഒറ്റയ്ക്ക് കയറി വന്നാൽ ഞാൻ ഇങ്ങോട്ട് വരാം. ഭാര്യയെ കൊണ്ടുവന്ന കൊച്ചുങ്ങളെ കൊണ്ടുവന്ന. അല്ല, പക്ഷെ അവര് പാലക്കാടാണ്, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നോക്കട്ടെ, അവരുള്ള സമയത്താണ് നമുക്ക് നോക്കാം. നമുക്ക് ടാക്സി വിളിക്കാതെ പാലക്കാട്ടേക്ക്. ശരി. ഓക്കെ, താങ്ക് യു. അപ്പോ ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പക്ഷെ ഞാൻ എങ്ങും പോകില്ല. പെട്ടെന്ന് മടങ്ങി വരും. ഷോർട്ട് ബ്രേക്ക്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്.
നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പം ജോൺ എബ്രഹാം എന്നെ വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ പുകഴ്ത്തിക്കൊണ്ടൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ എന്നെ പുകഴ്ത്തുന്ന പോസ്റ്റ് വായിക്കരുതെന്ന് അപ്പോഴും ഇവിടെ ചില ആളുകൾ പറയാറുണ്ടെങ്കിൽ എനിക്ക് വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനു, താങ്കൾ ഒരു മികച്ച അവതാരകനാണെന്ന് എന്നോട് പറയുന്നു, വളരെ സംയമനം ഉണ്ടെന്ന് എന്നോട് പറയുന്നു, പ്രകോപനമില്ലാതെ പരിപാടി അവതരിപ്പിക്കുന്നു, അപ്പോൾ പരിപാടികൾ കൂടുതലായി അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ജോൺ അബ്രഹാം ഒരു ലവ് ചിഹ്നം കണ്ണൊക്കെ ഉള്ളൊരു സ്മൈലിയൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. താങ്ക് യു ജോൺ അബ്രഹാം. അപ്പോൾ അങ്ങയുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഗംഭീരമാക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. മോൺസാക്ക് എന്നോട് പറയുന്നു, മുഖംമൂടിയുടെ ആവശ്യം ഇല്ല, ഇവരെ ജനങ്ങൾ കാണേണ്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കപ്പലാണ്ടി വിറ്റ് നടന്നവൻ എല്ലാം ഇന്ന് കോടീശ്വരന്മാരായ കാര്യം, അത് മറ്റേ ശബ്ദ സന്ദേശം ലീക്കായല്ലോ, അതിനെപ്പറ്റിയായിരിക്കും. കപ്പലാണ്ടി വിറ്റവർ കോടീശ്വരന്മാരായി. അപ്പോൾ കപ്പലാണ്ടി വിൽക്കുന്ന എല്ലാവരും കോടീശ്വരന്മാരാകട്ടെ എന്നാണ് സത്യത്തിൽ ഞാനും ആഗ്രഹിക്കുന്നത്. അജയ്കുമാർ എന്നോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേരുന്നു. അപ്പോൾ ശ്രീ അജയ്കുമാർ കേൾക്കാമോ? ശ്രീ അജയ്കുമാർ, ഈ പോലീസിനെ പറ്റി പൊതുവേ അതൊരു മർദ്ദനോപാധിയായിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്നൊക്കെ കുറേ ദൂരം മുന്നോട്ട് പോയി, ജനമൈത്രി പോലീസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നു. പക്ഷേ ഇത് എല്ലാം കഴിയുമ്പോഴും പിന്നെയും പഴയ രീതികൾ തന്നെ അവലംബിക്കുന്ന വലിയ വിഭാഗം പോലീസിലുണ്ട് എന്ന് ഉള്ള ഇത് വരുന്നു. പിന്നെ ഈ മുഖംമൂടിയുടെ കാര്യം, അത് ഒരു രാഷ്ട്രീയ പകപോക്കലാണോ എന്നാണോ, അതോ അത് നിയമപരമായി അങ്ങനെ ചെയ്യേണ്ടി വന്നതാണോ? എന്താണ് ശ്രീ അജയ്കുമാർ തോന്നുന്നത്? അല്ല, ഈ ഒരൊറ്റ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് വിശദമായിട്ട് പറയാം. ഈ നിയമപരമായിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോലീസുകാർ തന്നെ നമ്മളോട് പറയേണ്ടിയിരിക്കുന്നു. പോലീസ് മാനുവലിൽ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കാരണം എനിക്ക് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ DGP ജോസഫ് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഈ ലാത്തിചാർജ് സമയത്ത് ഗർഭിണികൾക്ക് അടിയുണ്ട്, മുത്തങ്ങ സംഭവമായിട്ട് ബന്ധപ്പെട്ടാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അന്ന് അദ്ദേഹത്തോടെ നിങ്ങളെപ്പോലെ ജേർണലിസ്റ്റുകൾ ചോദിച്ചു, നിങ്ങൾ ഗർഭിണികളെ ഒക്കെ ലാത്തിചാർജ് ചെയ്തിട്ട് അടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരു അഗിറ്റേഷൻ നടക്കുന്നു, കുറെ സ്ത്രീകളൊക്കെ ഉണ്ട്, പോലീസുകാർ അങ്ങോട്ട് ചെല്ലുന്നു, ഭവതി ഇങ്ങോട്ട് മാറി നിൽക്കുന്നു, തുണി ഒന്ന് പൊക്കിക്കുക, ഗർഭിണിയാണോ നോക്കട്ടെ, എന്നിട്ട് അടിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പോലീസ് മാനുവലിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അന്ന് അദ്ദേഹം പറഞ്ഞതാണത്. അപ്പൊ നമുക്കറിയത്തില്ല പോലീസ് മാനുവലിൽ ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. നമുക്ക് വിമർശിക്കാം, അത് പാടില്ല എന്ന് പറയാം. ഇനിയും പോലീസിന്റെ ജനറൽ ആയിട്ടുള്ള ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും വളരെയധികം അവരെ കളങ്കിതപ്പെടുത്തുന്നതാണെന്നുള്ളത് വിവരം സ്വയം അവർക്ക് തന്നെ ബോധ്യപ്പെടണം എന്ന് കരുതി പോലീസിലെ മെജോറിറ്റി, അതായത് ശതമാനക്കണക്കൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ മെജോറിറ്റി നല്ലവരാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു 3-4 നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എനിക്ക് അവരെ പറ്റി അങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. പക്ഷെ ഇപ്പൊ ഈ 2-3 സംഭവങ്ങൾ ലോക്കൽ മർദ്ദനമൊക്കെ കാണുമ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം എനിക്ക് പൊതുസമൂഹത്തോടും ഇവിടുത്തെ എല്ലാവരോടും തന്നെ പറയാനുള്ളത്, ഇപ്പൊ രാജൻ കേസ്, ഇവിടെ ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിച്ച, കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം രാജൻ കേസ്. ഈ രാജനും പോലീസുകാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? എന്റെ അറിവിലൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജനും പോലീസുകാരും തമ്മിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ രാജൻ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടു. ചേകന്നൂർ മൗലവിയും പോലീസുകാരുമായിട്ട് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ചേകന്നൂർ മൗലവിയെ അല്ല, പക്ഷെ ചേകന്നൂർ മൗലവിയെ കൊല്ലപ്പെടുത്തിയവരെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ജോസഫ് സാറും പോലീസുകാരുമായിട്ട് യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ ജോസഫ് സാറിന്റെ കൈ വെട്ടിയവരെ ഇപ്പോഴും പിടിച്ചിട്ടില്ല. അഭിമന്യുവും പോലീസുകാരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അഭിമന്യുവിനെ കൊന്ന ആള് ഇന്ന് വരെ പോലീസ് പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? കൈവെട്ടിയവരെ പിടിച്ചില്ലേ? ഒന്നാം പ്രതി ആരാണ്ട് കിട്ടിയില്ലെന്ന് കേട്ടു. ഫൈൻ, എന്തു ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയൊക്കെ ഒരു രാഷ്ട്രീയ നിയന്ത്രണം പോലീസിന്റെ മേളിൽ വരികയാണ് ചെയ്യുന്നത്. പോലീസിനെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ, പോലീസ് അവരുടെ ജോലി ചെയ്താൽ ഈ കേസുകളൊക്കെ അതാത് സമയത്ത് അതാത് രീതി തെളിയും.
ഇപ്പോൾ ഇടതുപക്ഷത്തെ കുറ്റം പറയുന്നവർ ഇന്നലെ വലതുപക്ഷത്തിരുന്ന് നിങ്ങൾ ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പരസ്പരം സ്വയം തീരുമാനിക്കണം. പോലീസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ, ലോ ആൻഡ് ഓർഡറിനെ അവരുടെ വഴിക്ക് വിട്. നിങ്ങൾ ഒരു നിയന്ത്രിച്ചാൽ മതി. നിങ്ങൾ അവരെ കൊണ്ട് ഭരിപ്പിക്കാതെ നടക്കാം. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പോലീസിലെ ഒരു ചെറിയൊരു വിഭാഗമെങ്കിലും മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പുറത്തൊരു ഷീൽഡ് കിട്ടും രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന്. അത് അവർ കൊടുക്കും. ഇപ്പൊ കോൺഗ്രസ് പറയുന്നല്ലോ ഞങ്ങൾ നാളെ അധികാരത്തിൽ വന്നാൽ അത് ഒരു ചുക്കും ചെയ്യത്തില്ല. നത്തി ഒരു ചുക്കും അവർ ചെയ്യാൻ പോകുന്നില്ല. ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നിനും ഒരു തെളിവും കാണത്തില്ല. അപ്പോൾ പോലീസുകാരെ ഞാൻ ഇല്ലാർജ് ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. അവര് വളരെ എന്താണ് പറയുന്ന അവധാനതയോടെ ആണ് കാര്യങ്ങൾ നീക്കുന്നത്. ഒരു ചെറിയൊരു ഭാഗത്തിൽ നിന്ന് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി ഉണ്ടാകണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ അകാരണമായി പോലീസിന്റെ മേളിൽ പോയി കൈകടത്താൻ ശ്രമിക്കരുത്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്. അപ്പൊ നമ്മുടെ അനിയൻകുട്ടൻ കൂടി എന്നോടൊപ്പം പത്തനംതിട്ടയിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ അനിയൻകുട്ടൻ, നമുക്കിപ്പോൾ സമയം കഴിയാറുമായി, കുറച്ച് പ്രേക്ഷകർ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതെന്താണ് അനിയൻകുട്ടൻ, നിങ്ങളെ പോലീസിന് പേടിയില്ല എന്നായിക്കോട്ടോ അല്ലേ? സാറേ നമസ്കാരം. എനിക്കൊരു ഒത്തിരി സാറ് പ്രതീക്ഷിച്ചാലും കുറച്ച് സമയം തന്നാൽ മതി. ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട MP ഗോവിന്ദനോടും ഈ വാർത്ത നിങ്ങളൊന്ന് അടിക്കൊടുക്കുകയാണ് ഏറ്റവും നല്ല കാര്യമാണ്. ഒറ്റ ചോദ്യം. ഇതുപോലെ തല്ലിച്ചതയ്ക്കാൻ ഇവിടുത്തെ RSകാരെയും BJPക്കാരെയും യുവമോർച്ചയെയും AVP-യെയും മകള യുവ മോർച്ചയില്ലേ ഇവരെ BJP-യുടെ, അവരെ ഇതുപോലെ തല്ലിച്ചതയ്ക്കാൻ ഈ പിണറായി വിജയനും ഇവിടുത്തെ MP ഗോവിന്ദനും ധൈര്യമുണ്ടെങ്കിൽ അവരെ ഒന്ന് തല്ലിച്ചതയ്ക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഈ വാർത്ത നിങ്ങൾ അവരെ തല്ലിച്ചതയ്ക്കേണ്ട കാര്യം അവരെ തൊടിയല്ല തൊട്ടാലുണ്ടല്ലോ അവരെ നേരെ ആദ്യമേ പിണറായി വരുന്ന പേടുക്കും, MP ഗോവിന്ദനും പേടുക്കും. ഈ പാവംപെട്ട യൂത്ത് കോൺഗ്രസ്സുകാരും തല്ലി ചതയ്ക്കാൻ പിണറായി വിജയന് ഇരട്ട ഞങ്ങളുള്ളൂ. അവരെ ഒന്ന് തൊടാൻ പിണറായി വിജയനെ ഞാൻ വെല്ലുവിളിക്കാം. ഞങ്ങളൊന്ന് ഈ RSകാരെയും BJPക്കാരെയും യുവമോർച്ചയും മകള AVP-യെയും ഇവരുടെ ഘോഷങ്ങളെ തൊടാൻ ലാത്തിയൊന്ന് പൊക്കാൻ ഈ പിണറായി വിജയനെ ഞങ്ങളെ വെല്ലുവിളിക്കുക. ശരി, ഓക്കെ, വ്യക്തമാണ്. അയ്യപ്പൻ ഇയാളെ കൊണ്ടേ പോകുള്ളൂ. ആക്രമണം ഒന്നും കാണിക്കാതിരിക്കുക. അപ്പൊ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല വന്നിട്ടുണ്ട്. അപ്പൊ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഞാൻ അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി കേൾക്കാമോ? കേൾക്കാം. എന്താണ് അങ്ങയുടെ ഒരു നിലപാട്? ഈ KSU ജില്ലാ പ്രസിഡന്റാണ് ഒരാൾ, ഗണേഷ് ആറ്റൂര്. കിളിമംഗലം ഗവൺമെൻറ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റാണ് മുഹമ്മദ് അസ്ലാം. ഒറ്റപ്പാലം കോളേജിലെ ഒരു KSU യൂണിറ്റ് ഭാരവാഹിയാണ് അൽ അമീൻ. ഇവരെയാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്, മുഖത്തൊക്കെ മൂടി ചങ്ങലയൊക്കെ ഇട്ട്. അമ്മയ്ക്ക് സുഖമായിട്ട് ആശംസിക്കുന്നു. അത് സന്തോഷം. കുറെ ദിവസമായിട്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് ലേറ്റ് ആയിട്ടൊരു ഓണാശംസയും പറയുന്നു. ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ഓണമൊക്കെ കലക്കിയോ? കുഴപ്പമില്ല. ഇപ്രാവശ്യം നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു, മഴ മാറി നിന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയി. പിന്നെ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും ഒക്കെ എല്ലാവർക്കും കിട്ടിയതുകൊണ്ട് നാട്ടുകാർ മൊത്തം പരാതികളൊന്നും ഇല്ലാതെ ഓണം മൊത്തമായിട്ട് കലക്കിയെന്ന് പറയാം. അതാണ് ആ കാര്യം. പിന്നെ നമ്മുടെ പോലീസിന്റെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടൻ കളികൾ, മത്സരങ്ങൾ, ക്ലബ്ബുകൾ, പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭംഗിയായിട്ട് പോയി. അതാ ഞാൻ പറഞ്ഞേ, സാധാരണയിലും കവിഞ്ഞ് സന്തോഷത്തിലാണ് നാട്ടുകാർ മൊത്തം പോയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷം, ഒരു കലുഷിതമായ അന്തരീക്ഷമോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പരാതി പറയേണ്ട ഒരു അന്തരീക്ഷമോ ഉണ്ടായിട്ടില്ല. അത് സർക്കാരിന്റെ ഇടപെടൽ ഇപ്രാവശ്യം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. അല്ലെ അത് ശരിയായില്ല, ഇത് ശരിയായെന്നുള്ള പരാതി ഒന്നും കേട്ടിട്ടുണ്ടായില്ല. അങ്ങനെ സർക്കാരിനെ അക്കാര്യത്തിൽ വളരെ അധികം അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പോലീസിലേക്ക് വരാം. ഞാൻ ഈ പോലീസ് ക്രൂരതകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്, പത്രം വായിച്ച് മനസ്സിലാക്കി തുടങ്ങിയത് ഏതാണ്ട് 70കളിലാണ്. അന്ന് എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു വാർത്ത, അന്ന് നക്സൽ വർഗീസിനെ പോലീസ് വെടിവെച്ച് കൊന്ന വാർത്തയായിരുന്നു. അന്ന് നമ്മുടെ പ്രധാന മാധ്യമങ്ങളൊക്കെ, നമ്മളെ മാധ്യമ മുത്തശ്ശി എന്നൊക്കെ പറയുന്ന അവരൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഏറ്റുമുട്ടലിൽ വർഗീസ് മരിച്ചു എന്നായിരുന്നു. ഒരേ ഒരു പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് വർഗീസിനെ വെടിവെച്ച് വന്നതാണെന്ന്. അത് ദേശാഭിമാനിയാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ
വർഷങ്ങൾ കഴിഞ്ഞപ്പോ അതിന്റെ ആ പോലീസുകാരൻ അയാളുടെ മനസാക്ഷി കുത്ത് കാരണം വിളിച്ചു പറഞ്ഞു, എന്നെ കൊണ്ട് മേലധികാരികൾ മനഃപൂർവ്വം അയാളെ വെടിവെച്ച് കൊല്ലിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതാരാ ചെയ്യിച്ചത്? കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നില്ല. അതുപോലെ നമ്മുടെ സഖാവ് അച്യുതാനന്ദൻ VS മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം നേരിട്ട ക്രൂരതയെ പറ്റി നമ്മൾ വായിച്ചു, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. എന്തായിരുന്നു? അദ്ദേഹത്തെ മർദ്ദിച്ച് മരിച്ചു എന്ന് തീരുമാനിച്ചതിന് ശേഷം ആ ശരീരം പുറത്തേക്ക് എവിടെയോ കളയാൻ കൊടുത്തു വിട്ടു. പക്ഷേ ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്ന കാര്യം തന്നെ. അന്നത്തെ കാലം മാറി, നമ്മൾ പുതിയ യുഗത്തിലാണ്. പുതിയ പോലീസിങ്ങിനെ കുറിച്ചുള്ള അവബോധം വന്നു ആളുകൾക്കിടയിൽ. ഇതിപ്പോ ഏത് പാർട്ടി ഭരിക്കുന്നിടത്തും പോലീസ് കുറെ കൂടി ജനകീയമാകണമെന്ന ആവശ്യം ഉയർന്നു വന്നു. ഒരു പക്ഷേ അതിന് തുടക്കം കുറിച്ചത് CPM-കാരൊക്കെയാണ്, അല്ലെങ്കിൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ അവകാശപ്പെടാം. പക്ഷെ കാര്യങ്ങളൊക്കെ മാറിയിട്ടും ഇനിയും അതേ പാതയിൽ 1970-ലെ പോലെ പെരുമാറുന്നത് ശരിയാണോ ശ്രീ? രണ്ട് മൂന്ന് സെന്റൻസും കൂടെ പറയട്ടെ, എന്നിട്ട് തീർക്കാം, പെട്ടെന്ന് തീർക്കാം. എനിക്കറിയാം സമയമില്ല, ആൾക്കാർ കാത്തു നിൽക്കണമെന്ന് എനിക്കറിയാം. നമ്മുടെ ഗൗരിയമ്മയാണ് പറഞ്ഞത്, പോലീസിന്റെ ലാത്തിക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അങ്ങനെയുള്ള നിങ്ങൾ അധികാരത്തിൽ കയറി പിന്നെ ഇങ്ങനെ കാണിക്കാമോ എന്നാണ് ഞാനും ചോദിക്കുന്നത്. ഞാൻ ഇതിന് മറുപടിയാ പറയുന്നേ. അത്രയും വലിയ ക്രൂരതകൾ കാണിച്ച പോലീസിനെ അതിന്റെ പകുതി പോലും, അതിന്റെ കാൽഭാഗം പോലും, അതിന്റെ 10% പോലും കാണിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണമാ. ഇപ്പം നടക്കുന്ന പരാതികൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ സമരങ്ങൾ നോക്കിക്കോളൂ. പോലീസ് അവിടെ ബാരിക്കേഡ് വെക്കുന്നു, സമരം ചെയ്യുന്നവർ അവിടെ പോയി ഒന്ന് സമരം ചെയ്യുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്തിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം പോലീസിനെ പ്രകോപിപ്പിച്ച് നിങ്ങളെന്താ ഞങ്ങളെ തല്ലാത്തത്, നിങ്ങളെന്താ ഞങ്ങളെ വെടിവെക്കാത്തതെന്നുള്ള അതുപോലെ അല്ലല്ലോ ഈ കുന്നംകുളം സ്റ്റേഷനിലൊക്കെ ആളെ വെറുതെ നിൽക്കുന്നവരെ അതൊന്നും ആർക്കും നിങ്ങൾ തർക്കമില്ലാത്ത വിഷയമല്ലേ. അതില് ഇപ്പൊ ഒരു പോലീസ് സ്ഥലത്ത് വരുന്നു, അവിടെ ബാരിക്കേഡ് വെക്കുന്നു, അവിടെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നു, പോലീസ് വെള്ളം ചീറ്റുന്നു, ചിലപ്പോൾ ഒന്ന് ലാത്തി ചെയ്യുന്നു, അതിനൊക്കെ പോലീസിന് അധികാരമുണ്ട്, ആ നിയമം പോലീസ് പാലിക്കുന്നു. ഇതങ്ങനെയല്ലല്ലോ ആളെ പിടിച്ചുകൊണ്ട് പോയി ഇടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ ആളെ പിടിച്ചുകൊണ്ട് ഇടിക്കുക എന്നുള്ളത് പോലീസ് ചെയ്യരുതാത്ത ഒരു കാര്യമാണ്. അത് ചെയ്തവർക്കെതിരെ ക്രമാനുഗതമായിട്ട് നടപടി എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ച വാർത്ത അനുസരിച്ച് 150ഓളം പോലീസുകാരെ സർവീസിൽ നിന്ന് ഈ സർക്കാർ പിരിച്ചുവിട്ട് കഴിഞ്ഞു. 150 18 150ഓളത്തിനടുത്തെന്നാണ് ഞാൻ പറഞ്ഞ കൃത്യ നമ്പർ ഓർക്കുന്നില്ല. എന്താ കാര്യം 100 കൂടുതലാണല്ലോ. അല്ല 18 ഞാൻ മനസ്സിലാക്കി. മൊത്തം 18 പേർക്കെതിരെ നടപടി വന്നു. ഇത്രയും ഭരണകാലത്ത് കോൺഗ്രസ്സുകാർ ആരെങ്കിലും പിരിച്ചുവിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ചെയ്യുന്നതൊക്കെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? പോലീസിനെ നവീകരിക്കണം, പോലീസ് ജനകീയമായി പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ മുഖ്യമന്ത്രി ഒന്ന് പുറത്തിറങ്ങി നിന്നിട്ട് ഇത് പോലീസ് ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്നത്, ഇദ്ദേഹം ഗസയിൽ നടന്ന സംഭവത്തിൽ ഇവിടെ അപലപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ നാട്ടിൽ, ഞാൻ ഭരിക്കുന്നൊരു നാട്ടിൽ പോലീസ് ഇങ്ങനെ ആകരുത് എന്നൊന്നും ഒരു കുറിപ്പ് പോലും കണ്ടില്ലല്ലോ. ഇദ്ദേഹം ട്രംപിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ, വാർത്താക്കുറിപ്പ് നൽകുന്നുണ്ടല്ലോ. പോലീസ് ഇങ്ങനെ ആകരുത് ഞാൻ ഭരിക്കുന്ന കേരളത്തിൽ എന്നൊന്ന് പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് തോന്നാത്തത് എന്തുകൊണ്ട്? ഈ സർക്കാരിലെ മന്ത്രിമാർക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് ശ്രീ? അതിന്റെ മറുപടി പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രക്കാരെ കാണുന്ന ഏതെങ്കിലും മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രി പത്രക്കാരെ കാണാറുണ്ടോ? ഇല്ലല്ലോ. പത്രക്കാരെയൊക്കെ അതിനേക്കാൾ കൂടുതൽ കാണുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പം അന്ന് അദ്ദേഹം തന്നെ ഒടുവിൽ പറഞ്ഞു, ഇത് നിങ്ങൾ എല്ലായിടത്തും ഞാൻ പോകുന്നിടത്തും മൈക്കും കൊണ്ടുവരരുത്, കാരണം ഇത് ഇങ്ങനെ ഒരു തവണ രാവിലെ ഒന്ന് പറയുന്നു, അടുത്ത സ്ഥലത്തേലും വേറൊന്ന് ഇങ്ങനെ അപ്പോൾ അദ്ദേഹം കണ്ട എത്രയോ ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. VS അച്യുതാനന്ദൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണുന്നത് തന്നെയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിമാരൊക്കെ വളരെ ജനകീയരായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ പോലെയല്ല. പറയട്ടെ, ഈ മുഖ്യമന്ത്രി ഇതുപോലുള്ള ഏതൊരു കാര്യത്തിനും മറുപടി പറയിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് മാറുന്ന, പേടിച്ചു മാറുന്ന മുഖ്യമന്ത്രി അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ നിയമസഭ ചേരാൻ പോവുകയാണ്. 2 ദിവസം കൂടെ ഉള്ളല്ലോ, അറിയാമല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ നിയമസഭ വരുമല്ലോ. പ്രതിപക്ഷം വെറുതെ വിടില്ലല്ലോ, മിണ്ടാതിരിക്കില്ലല്ലോ. അവിടെ നിന്നൊക്കെ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കും. അതുവരെ കാത്തിരിക്കുക. ഈ ഗസയിലെ കാര്യം അത് എന്നാൽ അവിടെ പറയാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ലല്ലോ.
അത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ അദ്ദേഹം ഭരിക്കുന്ന നാട്ടിലെ കാര്യം കൂടി പറയണ്ടേ? പറയുന്നേ ആധികാരിക രേഖയായിട്ട് തന്നെ അത് നമുക്ക് കേൾക്കാം. കൂടി വന്ന ഒരാഴ്ച ഏതാനും എനിക്കുള്ളൊരു ചെറിയ ആശങ്ക എന്താണെന്നറിയാമോ ശ്രീ കൃഷ്ണൻകുട്ടി, പണ്ട് ഈ നവകേരള സദസ്സില് പണ്ട് ഈ നവകേരള സദസ്സില് ആളുകളെ അടിച്ചപ്പോ മുഖ്യമന്ത്രി രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ പോലെ വല്ലതും പറഞ്ഞാൽ ആകെ ഒരു സങ്കടമായി പോകും. നവകേരള സദസ്സിലെ പോലീസ് ആളെ നല്ല മർദ്ദിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാദം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ആവില്ലെന്ന് വിചാരിക്കാം. ഈ നവകേരള സദസ്സിലുണ്ടായ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫിസിക്സിനകത്ത് പറയല്ലേ, ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction എന്ന്. വെറുതെ വഴിയോ പോയ മുഖ്യമന്ത്രിയെ തടയാൻ ചെന്നപ്പോ അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരെ തടഞ്ഞിട്ടുള്ളത് ആരാണ്? ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി തടഞ്ഞതല്ല വിഷയം. അങ്ങനെ അത്രയും സംഭവം കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അഴിച്ചുവിട്ടപ്പോ അതിൽ പ്രകോപിതരായ ചില ആൾക്കാർ അതിന് മറുപടി കൊടുത്താണ് അടിയൊക്കെ. അത് കൂടുതൽ അതിനെപ്പറ്റി മറുപടി ഇല്ല. അതിൽ കൂടുതൽ അതിനെപ്പറ്റി മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. പക്ഷേ ഇതിനൊക്കെ കൃത്യമായ മറുപടി വന്നിരിക്കും. നിയമസഭ കൊണ്ടുവന്ന് കാത്തിരിക്കൂ. പത്രക്കാരോട് പറയുന്നതിലും വളരെ കൃത്യമായി അധീരമായ മറുപടി വരെയും. എനിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ പോലീസിന് മുഖ്യമന്ത്രി ഒട്ടും ഭയമില്ല എന്നാണ്. കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന തരത്തിലാണോ പോലീസ് ചിന്തിക്കുന്നതെന്നുള്ള ഒരു ആശങ്ക എനിക്ക് തോന്നുന്നു. പോലീസിന് മുഖ്യമന്ത്രിയെ ഭയമില്ല എന്നുണ്ടെങ്കിൽ പോലീസ് പണ്ട് കോൺഗ്രസിന്റെ കാലത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത പോലെ ചെയ്യണമായിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നില്ലല്ലോ. അവരെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി. പക്ഷേ നമ്മളെ അതൊക്കെ നിങ്ങളെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാ. അതുപോലെ തന്നെ ഏതൊരു ക്രൈം നടക്കുമ്പോഴും ആ പ്രതിയെ പിടിച്ചോ എന്ന് ഇപ്പൊ ചോദിക്കേണ്ടി വരുന്നില്ലല്ലോ. മിക്കവാറും എല്ലാ കേസുകളിലെ എല്ലാ പ്രതിയെയും കൃത്യമായിട്ട് പിടിക്കുന്നുണ്ടല്ലോ. ഞാൻ സമ്മതിച്ചു, പ്രതികളെ കൊണ്ടുപോയി ബാറിൽ കൊണ്ടുപോയതൊക്കെ അല്ലേ നമ്മൾ കാണുന്നത്. മുഴുവൻ ശരിയാണ് എന്ന് ഞാൻ സമ്മതിക്കില്ല, പക്ഷെ കുറെയൊക്കെ ശരിയാണ്. പക്ഷെ ഇത് പോരാ എന്ന് ഇല്ല, ഇനിയുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസിന്റെ കൺവിക്ഷൻ റേറ്റ് പോലെ CBIക്ക് ഇല്ല. അതും അറിയാമല്ലോ. അല്ല, അത് കേരള പോലീസിന്റെ പോലത്തെ കേസല്ല CBIക്ക് കിട്ടുന്നത്. കേരള പോലീസിന് കിട്ടുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന് കിട്ടുന്ന പോലത്തെ കേസല്ല. ഒന്നില്ലെങ്കിൽ അത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് മുഴുവൻ തെളിവും അപ്രത്യക്ഷമായതിനു ശേഷമാണ് അവരുടെ കയ്യിലേക്ക് കേസ് വരുന്നത്. അല്ലെങ്കിൽ അവർക്കിത് കിട്ടുന്നത് പോലീസ് അന്വേഷിച്ച ഒരു തുമ്പില്ലാത്ത കേസുകളാണ്. അപ്പൊ അത് തമ്മിൽ നമ്മൾ കമ്പാരിസൺ CBI വിട്ടോ. ഇന്ത്യയിലെ മറ്റു പോലീസിനേക്കാളും കൺവിക്ഷൻ റേറ്റ് കേരള പോലീസിനാണല്ലോ കൂടുതല്, അല്ലേ? അല്ല, അതൊന്നും എനിക്ക് കണക്ക് നോക്കേണ്ടി വരും. ഞാനതങ്ങനെ എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല. എനിക്കറിയാം. ഞാൻ പറയുമ്പോഴൊക്കെ ഒരു കണക്ക് വെച്ചിട്ടാണ് സംസാരിക്കാതെ, അറിയാമല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ പൂർണ്ണ വിശ്വാസമാണ്. ഇന്ത്യയിലെ പോലീസിലെ ഏറ്റവും മെച്ചപ്പെട്ട കൺവിക്ഷൻ റേറ്റ് കേരള പോലീസിനാ. പോലീസിന്റെ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനം നോക്കിയാലും അത്ര നല്ല പോലീസ് ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തൊക്കെ ചെയ്ത ക്രൂരതകൾ പോലെ ഒന്നും ചെയ്യുന്നില്ല. ആരെയും വെടിവെച്ച് കൊല്ലുന്നില്ല, ആരെയും അതിക്രൂരമായി കൈകാര്യം ചെയ്യുന്നില്ല. മുത്തങ്ങ കേസ് അറിയാമല്ലോ, ആദിവാസികളെ കൈകാര്യം ചെയ്തത് ശ്രീമാൻ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ. അങ്ങനെ എന്തെങ്കിലും നമുക്ക് സങ്കടം തോന്നുന്ന രീതിയിൽ പോലീസ് ചെയ്യുന്നില്ല. ഏതെങ്കിലും പോലീസുകാർ പിന്നെയും ആ പഴയ രക്തത്തിൽ നിൽക്കുന്ന പോലീസുകാരുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ആവശ്യമുള്ള നടപടിയെടുക്കുകയും അങ്ങനെ ഓരോ ക്രമാനുഗതമായിട്ട് കേരള പോലീസ് പിന്നെയും ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും ഞാൻ വേറൊരു വീക്ഷണകോണിൽ നിന്നാണ് ഇതിനെ കാണുന്നത്. ഇവിടെ എല്ലാം പോലീസ്, മറ്റെല്ലായിടത്തും പോലീസിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പിരിവ് നടത്താനാണ്. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളല്ല എന്ന് അങ്ങേക്ക് പറയാൻ കഴിയില്ല. ഓരോ സ്റ്റേഷനിലും ടാർഗറ്റ് കൊടുക്കുകയാണ്. പെറ്റി ഒഫൻസ് പിടിക്കാനാണ് പോലീസുകാർ അവരുടെ ഔദ്യോഗിക പദവിയുടെ വലിയ സമയം ചെലവഴിക്കുന്നത്. അങ്ങനെ ചെന്ന് പെറ്റി ഒഫൻസ് പിടിക്കുമ്പോൾ നാട്ടിൽ ഏതെങ്കിലും ആൾ തിരിച്ചെന്തെങ്കിലും പറയും. അവിടെയാണ് ഈ പോലീസും ഈ ആളും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നത്. അല്ലാത്ത കേസിൽ പോലീസിന് ഒരു സംഘർഷവും പ്രശ്നവുമില്ലെന്നേ. ഇപ്പൊ നമ്മുടെ ഈ കൊലക്കേസ് പ്രതികളെ കൊണ്ടുപോയല്ലോ പോലീസ്, ഒരു സംഘർഷവും ഇല്ല. അവർ വളരെ ഹാപ്പി ആയിരുന്നല്ലോ, നമ്മൾ കണ്ടല്ലോ ദൃശ്യങ്ങൾ. അതുപോലെ മറ്റു പലയിടങ്ങളിലും സംഘർഷമില്ല. അക്രമകാരികളായ മനുഷ്യരാരും ഞങ്ങളെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു എന്ന് കോടതിയിൽ പറയുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലും ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ചെറിയ പെറ്റി ഒഫൻസിന് വഴിവക്കിൽ നിന്നു, അല്ലെങ്കിൽ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു, അങ്ങോട്ട് നീങ്ങുന്ന വഴിയിൽ അവിടെ തിരിയുന്നിടത്ത് ഒന്ന് പുകവലിച്ചു,
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വലിയ തോതിൽ പോലീസ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അവരാണ് പിന്നീട് സംഘർഷത്തിലേക്ക് വരുന്നത്. രാത്രി എന്താണ് ഇവിടെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് ചെറിയ 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 കാര്യങ്ങളിൽ എന്താണ് ഇവിടെ നിൽക്കുന്നത് ചോദിക്കും. അപ്പോൾ മറ്റേ ചോദിക്കും എനിക്ക് ഇവിടെ നിന്നുകൂടെ എന്ന് ചോദിക്കും. അങ്ങനെ ഉടനെ അവനെ പിടിച്ച് തല്ലുകയാണ്. അങ്ങനെ ഒരു വലിയ സംഭവം തന്നെ പിന്നീട് ഇവിടെ കണ്ണൂരിലുണ്ടായി. ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. പോലീസ് ഒരാളോട്, ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുകയാണ്, പോകാൻ പറയുന്നു. അവർ പറയുന്നത് ഇതൊന്നും നമ്മുടെ 144 ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ എന്താ കുഴപ്പമൊന്നും. ഉടനെ അവനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കള്ളന്മാരും അതുപോലെ വലിയ കുറ്റവാളികളും പോലീസിന് മുന്നിൽ താണു വണങ്ങി നിൽക്കുന്നു. ചെറിയ കുറ്റവാളികൾ പോലീസിനോട് തങ്ങളുടെ നീതിക്കായി ഉള്ള ശബ്ദമുയർത്തുന്നു. അവിടെയാണ് ഈ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരെ ഈ പെറ്റി ഒഫൻസ് പിടിക്കാൻ, പണപ്പിരിവ് നടത്താൻ വിടാതിരുന്നാൽ തന്നെ ഇത് വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകും. അത് സാമ്പത്തികമായി ഖജനാവിന് ചെറിയൊരു ദോഷം ചെയ്യും എന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. അതായത് എനിക്ക് ഈ സമയം അങ്ങ് തീർന്നതുകൊണ്ട് നമുക്ക് നാളെ അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ വീഴുന്നത് എൻ്റെ പുറത്താകുന്നു എന്ന് പാടിയ കവിയുടെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ചെറിയ മർദ്ദനം പോലും ആളുകൾക്ക് മുകളിൽ ഉണ്ടാകാതിരിക്കാനുള്ള വലിയ ഇച്ഛാശക്തിയാണ് ഒരു ഭരണകൂടം കാണിക്കേണ്ടത്. രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് ന്യായീകരിക്കാതെ ഇതല്ല ശരി എന്ന് പറയാനുള്ള ആർജവം ഒരു മുഖ്യമന്ത്രിക്കുണ്ടാകണം. അത് ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കുണ്ടാകണം. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. പോലീസിൻ്റെ നടപടി ശരിയാണോ എന്ന ചോദ്യത്തിന് 18% ആളുകളുടെ പിന്തുണ മാത്രമേ പോലീസിന് ലഭിക്കുന്നുള്ളൂ. അതേസമയം 82% ആളുകൾ പോലീസിൻ്റെ നടപടി തെറ്റാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആപ്തവാക്യം ഒന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.